ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിച്ച പൊറോട്ടയുടെ ഒരു 4 ബാക്കിയുണ്ടായിരുന്നേ. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഇന്ന് വൈകുന്നേരത്തെ സ്നാക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ഇത്തിരി മൈദ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുകയാണ്. ഞാൻ ഈ മൈദ എടുത്തത് ഇച്ചിരി കൂടിപ്പോയിട്ടോ. ഇത്രയും മൈദയുടെ ഒന്നും ആവശ്യമില്ലായിരുന്നു. 1 ടേബിൾ സ്പൂൺ മൈദയൊക്കെ മതിയായിരുന്നു. ഇതൊരു പശയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു പൊറോട്ട എടുത്ത് വെച്ചു. അതിങ്ങനെ ഭയങ്കര കടുപ്പമായിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്ന് അമക്കി ഒന്ന് ലെവലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ മൈദയുടെ മാവ് തേച്ച് കൊടുക്കുകയാണ്. അത് തേച്ച് കൊടുത്ത് കഴിയുമ്പം അതിലേക്ക് കുറേശ്ശായിട്ട് പഞ്ചസാര വിതറിയിട്ട് കൊടുക്കാം. അതിനുശേഷം അടുത്ത പൊറോട്ട ഇതിന് മേലേക്കൊന്ന് വെച്ചിട്ട് അമർത്തി കൊടുക്കണം. എന്നിട്ട് അതിന് മേലേക്കും ഇതേപോലെ തന്നെ മൈദയുടെ മാവ് തേച്ച് കൊടുത്തിട്ട് പിന്നെ കുറേശ്ശെ പഞ്ചസാര വിതറിയിട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ അടുത്ത പൊറോട്ടയും അതിന് മേലെ വെച്ചിട്ട് സെയിം അതുപോലെ തന്നെ മൈദയുടെ മാവ് തേച്ച് കൊടുത്തിട്ട് പിന്നെ പഞ്ചസാര വിതറിയിട്ടിട്ട് അങ്ങനെ 4ാമത്തെ പൊറോട്ടയും കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊറോട്ടയെല്ലാം കൂടെ വെച്ച് നല്ല കനത്തിലാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മുറിക്കാൻ നേരത്തെ കത്തി വെച്ച് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിട്ടു പോകുമോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ വലിയൊരു കത്രിക എടുത്തിട്ട് അങ്ങ് മുറിക്കുകയാണ്. കത്രിക എടുത്തിട്ട് 4ആക്കി മുറിച്ച് കഴിഞ്ഞപ്പം പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് വിട്ട് അതായത് നിരങ്ങി നീങ്ങിയൊക്കെ പോകുന്ന പോലെ എനിക്കൊരു സംശയം തോന്നി. അതുകൊണ്ട് പിന്നെ ഞാനതിനെ പിന്നെ ഈ 4 പീസ് ഉണ്ടല്ലോ അതിനെ പിന്നെ ഒന്ന് നടുവേ മുറിക്കാനായിട്ട് ഞാൻ കത്തി വെച്ചിട്ട് നല്ലപോലെ ഈ പൊറോട്ടയിലേക്ക് അമർത്തി പിടിച്ചിട്ട് കത്തി വെച്ചിട്ട് പിന്നെ അങ്ങ് മുറിച്ചിട്ട് അങ്ങനെ മൊത്തം 8 പീസ് കിട്ടി കേട്ടോ. എന്നിട്ട് നല്ല തിളച്ച എണ്ണയിലേക്ക് നല്ല സൂക്ഷിച്ച് അങ്ങ് ഇട്ട് കൊടുത്തു 4 പീസ്. എനിക്കൊരു പേടി ഉണ്ടായിരുന്നു ഇത് ഇട്ട് കൊടുക്കാൻ നേരത്തൊക്കെ വിട്ടു പോകുമെന്നൊക്കെ. എന്തായാലും വിട്ടുപോയില്ല. ഒരു സൈഡ് മൊരിഞ്ഞ് കഴിഞ്ഞപ്പം ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. അടുത്ത സൈഡും കൂടെ മൊരിഞ്ഞ് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞാൻ വാങ്ങിയെടുത്തു. അപ്പോൾ ഈ ഒരു സെക്ഷൻ നന്നായിട്ട് കിട്ടിയത് കൊണ്ട് പിന്നെ ബാക്കിയും കൂടെ ഞാൻ എണ്ണയിലിട്ട് വറുത്ത് കോരിയെടുത്തു. ഇത് നല്ല അടിപൊളി സാധനം കേട്ടോ. നല്ല ക്രിസ്പിയാണ്, ചെറിയൊരു മധുരവുമായിട്ട്. അപ്പം ബാക്കി വന്ന പൊറോട്ട ഉണ്ടെങ്കിൽ എല്ലാവരും ധൈര്യമായിട്ട് ഇത് പരീക്ഷിച്ചോളുക.